വിളിച്ചടി ക്ലൂ പറയാൻ അതെ സമ്മതിക്കില്ല. ഇന്റെ ലൈനല്ലേ വാട്സപ്പിൽ അയച്ചു കൊടുക്കേ. പറ ഒരു അയച്ചു കിട്ടിയാ ക്ലൂസാ ഒരു ക്ലൂസാ ഒരു ക്ലൂ ഇല്ല. GK ക്വസ്റ്റ്യൻ അത്. ഒരു ക്ലൂ തന്നെങ്കിൽ കിട്ടും. ഹലോ എന്നാ ശരി, എടാ അല്ല ഒരു ക്ലൂ തരാം ഞാൻ. എടാ ഞാൻ കൊടുക്കാം വേണ്ട, ഞാൻ കൊടുത്തോളാം. ഞാൻ കൊടുക്കടാ. എന്റെ ചോദ്യം അത്. നിക്കേ, എന്റെ ചോദ്യം. ഓക്കെ, അശു കേക്കണണ്ടാ? ആ ഇത് നമ്മളെ നാട്ടിലില്ല, ആമസോൺ കാട്ടി മാത്രമേ. പോയിര അവിടുന്ന് തേങ്ങ അവിടുന്ന്. അടാ അവള് ഇത് പറയട്ടാ. നമുക്കില്ലേ ഇത് നമ്മളെ പിന്നെ നാട്ടിലില്ല, ആമസോൺ കാട്ടി മാത്രമേ നാട്ടിലില്ല. തവളയാണ്. അതെ, ആ തവളയോ? ആ മോസ്റ്റ് വെനമസ് ആയിട്ടുള്ളത് അത്. ആ അതങ്ങനെ ഗൂഗിൾ അടിച്ചു നോക്കിയാടാ. ഗൂഗിളിന്റെ കറക്റ്റ് നീ പറഞ്ഞ്. അത് എന്തുട്ടാ ഞാൻ എനിക്ക് ആടാ പേരറിയില്ല. അതില് എല്ലാ തവളയും ഇല്ല അതില്. അല്ല തവള, അതാണ് പറഞ്ഞേ. അല്ല തവള, ഈ ആമസോണിൽ കണ്ടുവരുന്ന തവളാണ്. ഒരു ഗ്രീൻ സാധനം അത്. ആ സാധനത്തിന്റെ മേലത്തെ തൊലി, മേലെ ഒരു ബ്ലാക്ക് ഒരു സാധനം. അത് എപ്പക്കാലിറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തില് ഈ സാധനാണ് കൊത്തിയിട്ട് അമ്പിങ്ങനെ തേച്ച് തവള മേലെ ഒരു പച്ച ഗ്രീൻസോ ഗ്രീൻസ് വേണമെന്ന് പറയാനെ. എന്തോ ഗോൾഡ് അതാണ് ഏറ്റവും വിഷമുള്ള ജീവി തവളയാണ്. അതെ, അതെ പറഞ്ഞേ. അത് തൊട്ടഴിഞ്ഞാൽ നമ്മള് മരിക്കും, കടിച്ചാൽ നമ്മള് മരിക്കും അപ്പൊ തന്നെ. ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു മിനിറ്റ് വേണ്ട, 2 സെക്കൻഡ്. അപ്പൊ ഞാനൊരു എന്റെ ഐശ്വ വേണ്ടാ, എല്ലാരും വേണ്ടാര് എന്റെ ഐശ്വ ചോദിച്ചു ചോദിക്കാൻ പോ. ഓ ഐശ്വ വയ്ക്കുമ്പോ കണ്ടൊക്കെ നിനക്ക് അങ്ങോട്ട് ചാട്ടം. ചോദിക്കും വേറെ ഐശ്വന്റെ പെണ്ണാ, എന്റെ പെണ്ണാ, എനിക്ക് ചാടിക്കൂടെ? അതല്ല എനിക്ക് ഈ ഡയലോഗ് കേൾക്കുമ്പോഴേ ഓർമ്മ വന്നേ. അതെ, ഓർമ്മ വരും, നിനക്ക് വലുത് ഓർമ്മ വരും. എനിക്കറിയാം നിനക്ക് വലുത് ഓർമ്മ. ഈ ഡയലോഗ് കേൾക്കുമ്പോ ഏതാ ഓർമ്മ ഓർമ്മ അറിയോ? പഴയ കാര്യമായിരിക്കും. പെണ്ണാടാ അതിന് പറഞ്ഞത് പഴയ കാര്യമൊക്കെ എനിക്ക് ഓർമ്മ വരുന്ന എനിക്കറിയാം. എടാ നീ വേണമെങ്കിൽ ഇപ്പൊ വിളിച്ചോണ്ട് പോവാ. അഞ്ജുനെ വിളിച്ചോണ്ട് പോവാ. അഞ്ജുനോട് ചോദിക്ക് ആരെയാണ് വിട്ടിട്ട് അല്ല, നീ ഇപ്പൊ പറഞ്ഞല്ലോ അഞ്ജുണ്ട്. ഇവിടെ നീ വിളിച്ചോണ്ട് വന്നിട്ട് എന്റെ മുമ്പിൽ വെച്ച് അവളോട് ചോദിക്കുക ആരെയാണ് വിട്ടിട്ട് പോയ, ആരുടെ വീട്ടിൽ പിടിച്ചിട്ടാണ്, അല്ല ആരുടെ വീട്ടിൽ പിടിച്ചെന്ന് പറഞ്ഞിട്ട് ആരാണ് ബ്ലോക്ക് ചെയ്തത്. അന്ന് ദേവയാണ് നമ്മൾ പറയുവാണ്, ദേവൻ അപ്പ ആത്മഹത്യ ചെയ്യും. അത്രയ്ക്ക് ധൈര്യമുണ്ട്. നീ ഇപ്പൊ അഞ്ചു കേസ് പറഞ്ഞു ഇപ്പൊ വിളിച്ചോണ്ട് പോവാ. അല്ല ധൈര്യം ഞാനിവിടെ അല്ല തെളിയിക്കാനല്ലടാ, അല്ലല്ല എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ആരും തെളിയിക്കാൻ ആരും ഞാന് അയ്യേ ഇത് സീരിയസ് ആക്കിയോ? ഞാനിപ്പോ എന്നെ പറ്റിക്കാൻ പറഞ്ഞു. അയ്യേ അപ്പ് ചമ്മി പോയി. ഞാൻ പോവാന്ന്, അവളെവിടെ പോവില്ല. അതൊക്കെ പറച്ചിന് മാത്രം. അവളോട് ഇറങ്ങിയ പിന്നെ ദേവനി പേജ് ഉറക്കത്തില്ല. അതൊക്കെ ഈ അടുത്ത് ഇതൊക്കെടാ ഞാൻ സീരിയസ് ആയിട്ട് അല്ലടാ. അത് വിട്, അതൊക്കെ വിട്. ഞാൻ ഈ സാധനില്ലേ, ഞാനിത് കറക്റ്റ് കോപ്പി പേസ്റ്റ് പോലെ കേട്ടുകൊണ്ടിരിക്കുക. ഇതേ സാധനം, ഇതേ മീറ്റർ, ഞാൻ എന്നിട്ട് പറയടാ. ഞാനാകെ വണ്ടടിച്ചു ഇതിന്റെ ഈ സംസാരം. ഞാൻ എന്താ പറയാ, ഞാൻ കുറ്റം പറയല്ലാട്ടാ. എന്താണ് ഞാൻ ഉത്തരം പറയാം. ഞാൻ എല്ലാവരോടും, ഞാൻ സത്യം പറഞ്ഞ ശരിയാ, ഞാൻ എല്ലാവരോടും ഒരേ മീറ്ററില സംസാരിക്കണം. മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. അന്നൊന്നും ദേവനൊരു മാറ്റമില്ല. അല്ല അങ്ങനെയല്ല പറയണ. മീറ്റർ അല്ല ഞാൻ പറയണ, അതൊന്നും അല്ല ഞാൻ പറഞ്ഞ. അത് ഞാനത് പറയണില്ല. ഞാൻ എന്താ വെച്ചാൽ ഈ ഒരു വ്യക്തിയിലേക്ക് അങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് നിക്കുന്നുണ്ടെങ്കിൽ അല്ലടാ അങ്ങനെയൊന്നുമില്ല. അത് നമുക്കറിയാം ഞങ്ങൾ എന്താന്ന്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. അതെന്താന്ന് ഇപ്പൊ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യം അല്ല. അവർക്കും എനിക്ക് അറിയാം എന്താണ്. ഓക്കെ, നല്ല കാര്യമാണ്. ഞാനിപ്പോ പിന്നെ ഞാൻ സംസാരിക്കില്ല. അതൊക്കെ പോട്ടെ. ഐശു
നീ എന്താ മ്യൂട്ടാക്കിയേ? എടി മ്യൂട്ട് വാങ്ങിക്കടി. എന്താണ് നിനക്ക് എന്താ മാറ്റി. എന്താണ് മ്യൂട്ടാക്കി വെച്ചിട്ട് പരിപാടി എന്താ? എന്താ നീ പോവോ ഇപ്പൊ ഇവിടെ നിന്ന്? നീ പോവോ എന്റെ പേര്? അല്ല എനിക്കറിയണം. പോവാടി. അതെ 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 അവർക്ക് നീ അവരുടെ ഫ്രീഡം വെല്ലുവിളിക്കല്ലേ കൊടുക്ക്. നീ വെല്ലുവിളിക്കല്ലേ, ഞാൻ ഇറങ്ങും. ശരിക്കും നീ ഇറങ്ങോ? എന്നെ വെല്ലുവിളിച്ചാ ഞാൻ ഇറങ്ങും. വേണ്ട, ചിലപ്പോൾ ഇറങ്ങും. അവിടെ ഇരുന്നോ, നിനക്ക് എന്റെ സ്വഭാവമൊന്നുമില്ല. അവിടെ ഇരുന്നോ, അവിടെ ഇരുന്നോ. വേണ്ടായിരുന്നു. അത് വയറ് കിട്ടും. ചോദിച്ച് കിട്ടിയോ? ഇല്ല, ചോദിച്ചു മേടിച്ചു. പറടാ. അതെ, ഞാൻ ഒരു GK ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? നീ ചോദിച്ചു. മിക്കവാറും നിങ്ങൾക്ക് അറിയായിരിക്കും. ഏറ്റവും അതറിയായിരിക്കും. ഏറ്റവും കൂടുതൽ സമയം എടുത്ത് ഫുഡ് കഴിക്കുന്ന ജീവി ഏതാ? ഞാൻ. ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ഫുഡ് കഴിക്കുന്ന ജീവിയോ? കാരണം ആ ഒരു ക്രീച്ചറിന് ഫുഡ് കഴിക്കാൻ ഏതാണ്ട് 18 മണിക്കൂർ ഇങ്ങനെ വേണം. നോൺ സ്റ്റോപ്പ് ഈറ്റർ ആണ്. അത് ഏത് ജീവിയാണത്? എപ്പോഴും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ജീവി. അയവെട്ടിക്കൊണ്ടിരിക്കും. ആടൊക്കെയാണ് അയവെട്ടുന്ന ജീവി. ആടുകളാണ്. ചവച്ചുകൊണ്ടിരിക്കുക ഫുൾ ടൈം. അല്ല, ഇനി അത് വിട്ടോ. പിന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. കൂടുണ്ടാക്കാൻ ഭയങ്കര പവർഫുൾ ഉള്ള ജീവി മറ്റേ വണ്ട് അങ്ങനത്തെ ഉള്ളതല്ലേ? മറ്റേ മണ്ണില് ഇതുണ്ടാക്കാൻ അങ്ങനത്തെ സ്മോളസ്റ്റ് അല്ല. ഏറ്റവും കൂടുതൽ ഭക്ഷണം ഭക്ഷണം ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുന്നതാണോ? കഴിച്ചോണ്ടിരിക്കുക, ചവയ്ക്കുന്നൊക്കെ പറയാം. ചവച്ചുകൊണ്ടിരിക്കുന്നു അറ്റ് ടൈം ചവച്ചുകൊണ്ടിരിക്കുന്നു ജീവി. അറിയോ? ഇല്ലടാ, എനിക്കറിയില്ല. ഞാൻ തോറ്റു. ഓക്കെ, എടുവറിയോ? ഞാൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. ഒറ്റയാൻ. അവൻ ഇന്നലെ വന്നായിരുന്നു. ഇന്നലെ ഒറ്റയാൻ വന്നിട്ട് മനുഷ്യരുന്ന് ചവച്ചുകൊണ്ടിരിക്കും ഫുൾ ടൈം. അല്ല, ഇത് ഇറക്കോ, ഒരു കഴിച്ച് ഇറക്കോ. ഒറ്റയാൻ അറിയാമോ? ഒറ്റയാൻ ഞാൻ തോറ്റൂടാ. ഓക്കെ, ഒറ്റയാൻ അറിയാമോ? ചവച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാ ആട് പശു ഒക്കെ അല്ലടാ ഈ അയ വെട്ടിയിട്ട് ഇങ്ങനെ ആ കഴിച്ചത് തന്നെ എടുത്തത് ആക്ച്വലി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാ. മിനിമം 18 മണിക്കൂർ 18 മണിക്കൂർ എടുത്താണ് അവര് കഴിക്കുന്നത്. അതേതാ? മറ്റേ അപ്പു ഇറങ്ങി പോയതാ. അല്ല, അതേതത്? തോറ്റാ? മൂന്നിനും തോറ്റാ? ഞങ്ങള് തോറ്റ. നീ പറ ഉത്തരം. 12 മണിക്കൂറൊക്കെ എടുക്കുന്നല്ലേ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടുള്ള സമയം. അപ്പൊ അത് ഉറുമ്പാവും. അല്ല. ചെറിയ ജീവി. അല്ല. എട്ടുകാലി. ഉത്തരം പറ. എനിക്ക് കുറെ നേരമായി. ഇനി മതി, പറ. ഇനി പറ. തോറ്റ്. പാൻഡ.